ആർക്കൊക്കെ മാതാപിതാക്കൾ ഇനിയും ബാക്കിയുണ്ടോ അവർക്കുള്ളതാണ് ഈ ആയത്തും ഹദീസുകളും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കരുതുക, ഒരു പ്രത്യേക ഒരു വികാരമായിട്ട് നമ്മൾ കാണരുത് ഇതിനെ. ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, ഡ്യൂട്ടിയാണ്. അവർ ഇത്രയും കൊല്ലം നമ്മളെ വളർത്തി വലുതാക്കിയത് എന്തിനാ നിങ്ങൾ ആലോചിക്കേ? നമ്മളിപ്പോ മക്കളെ പോറ്റുന്നല്ലോ, നമ്മളൊന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക. അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു, റെസ്റ്റ് ഇല്ല. ചില ആളുകൾ 2 ജോലിക്ക് പോവാണ്, ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതിയാകായിട്ട് അല്ലേ, എന്തെല്ലാം പണിയെടുക്കുന്നു. ഈ മഴയത്തൊക്കെ റോഡ് സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണ് പ്രിയപ്പെട്ടവരെ. എന്തിനാ അവരെല്ലാം അധ്വാനിക്കുന്നത്? ഈ 500 600 കിട്ടിയിട്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് അവർ തിന്നുന്നു, വളരുന്നു. എന്തിനാ ആരോ പറഞ്ഞതാണോ? എന്തിനാണ്? നമ്മൾ ദുർബലരാകുന്ന സമയത്ത് അവര് നമുക്കുണ്ടാകുമല്ലോ എന്ന പ്രത്യാശയിൽ നിന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൽ പ്രധാനമാണ് മാതാപിതാക്കൾക്ക് ശാന്തതയും സമാധാനവും നമ്മളെ കൊണ്ട് കിട്ടുക എന്നത്. ഒരു കുട്ടി 50-50 മാർക്ക് വാങ്ങിയിട്ട് മാതാപിതാക്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വാപ്പന്റെ ഉമ്മന്റെ സന്തോഷം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. നമ്മളുടെ പേര് ഇന്നിടത്ത് ഇന്ന സ്ഥാനത്തിന് അർഹനായി എന്ന് പത്രത്തിൽ വായിക്കുമ്പോൾ വാപ്പ ഒരു പക്ഷേ തുള്ളിക്കളിക്കുന്നില്ല, പക്ഷേ വാപ്പാന്റെ കൽബ് നിറയും, കൺകുളിർമ നിറയും. നമ്മളുടെ കാര്യത്തിൽ അവർ തൃപ്തരാകും. ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മളെപ്പറ്റി നല്ലത് കേൾക്കാൻ. മറ്റൊരാൾ പറയാ, എന്റെ മോന് വല്ലാത്ത മോനാട്ടോ, എന്ത് രസ്തിലാവൻ ഓതുന്നത്, എന്ത് രസ്തിലാവൻ ബാങ്ക് കൊടുക്കുന്നത്, എന്തൊരു മോനാവന്. ആ കുട്ടികളൊക്കെ ആ തോന്നിയാസം ഇങ്ങനെ നോക്കിക്കുമ്പോ ഓൻ അവിടെ പോയിട്ടില്ല കേട്ടോ, മോൻ സൈലന്റ് ആയിരുന്നു. ക്ലാസ്സിൽ അധ്യാപകര് കുട്ടികളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോ നിങ്ങളെ മോൻ സൈലന്റ് ആട്ടോ എന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ചെറുതല്ല. അതിന് നമ്മൾ എന്ത് വേണം? അവർക്ക് അതിനാണ് നമ്മൾ മതമൂല്യം, മതവിദ്യാഭ്യാസമൊക്കെ പറയുന്നത് അതിനാ. ഇത് ബേസിക്കലി അത് കിട്ടിയിട്ടില്ല എങ്കിൽ, തുടരെയായിട്ട് അതിന്റെ ക്ലാസുകൾ ലഭിച്ചിട്ടില്ല എങ്കിൽ പിശാച് പിടികൂടും അവരെ, അവർ വഴിതെറ്റിപ്പിക്കും. എല്ലാവർക്കും വേണ്ടത് യൗവനത്തെയാണ്, യുവാക്കളെയാണ്. എല്ലാ പാർട്ടിക്കും, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും, എല്ലാ തീവ്രവാദ സംഘടനകൾക്കും, എല്ലാ തോന്നിയാസികൾക്കും വേണ്ടത് യൗവനത്തെയാണ്, കൗമാരത്തെയാണ്. ആ കൗമാരത്തെ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ പിടിച്ചുകെട്ടി ഇസ്ലാമിന്റെ സമരകാഹളത്തിൽ സജീവമായി നിലയുറപ്പിച്ച കർമ്മശേഷിയുള്ള കാര്യദർശികളായ മക്കളാക്കാൻ പ്രിയപ്പെട്ട പിതാക്കളെ നമുക്ക് സാധിക്കണം, ഉമ്മമാരെ നമുക്ക് സാധിക്കണം. അവരെ വഴിതെറ്റിപ്പിക്കാൻ, അവർക്ക് സന്തോഷത്തിന്റെ ലാഞ്ചന കിട്ടാൻ വേണ്ടി നിങ്ങൾ വീടകങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന, പരിപാടികളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന, കല്യാണങ്ങളിൽ കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്ന തോന്നിയാസങ്ങളുണ്ടല്ലോ, അത് മതിയാകും അവരെ വഴിതെറ്റിപ്പിക്കാൻ. ആ ലൈസൻസ് കൊടുക്കുന്ന ആദ്യത്തെ ആള് വാപ്പയാകാൻ പാടില്ല. ഈ സൂക്ഷ്മത നമുക്ക് വേണം. അങ്ങനെ ഏറ്റവും നല്ല മഹിതമായ ഒരു കുടുംബ സംവിധാനം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് അതിനെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.